ഹൈ ഡൈവിംഗ് ലോക ചാമ്പ്യനായ ഒർലൻഡോ ഡ്യൂക്ക് ഒരു സാഹസ പ്രകടനം നടത്തി. ആമസോൺ നദിയിലേക്ക് 125 അടി ഉയരത്തിൽ നിന്നാണ് ഡ്യൂക്ക് തന്റെ സാഹസിക ഡൈവിംഗ് നടത്തിയത്. ഭൂമിയിലെ ഏറ്റവും സാന്ദ്രമായ മഴമരക്കാടുകൾ നിറഞ്ഞ ആമസോണിലെ കന്യാവനങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. കാനന ഭംഗി അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് ആസ്വദിക്കാനാകും ഇവിടെ. ലോക ഹൈ ഡൈവർ ചാമ്പ്യനായ ഒർലൻഡോ ഡ്യൂക്ക് ഒരു സാഹസിക പ്രകടനം നടത്തിയതും ഇവിടെ വെച്ചാണ്. 38 മീറ്റർ, അതായത് 125 അടി താഴ്ചയിൽ ആമസോൺ നദിയിലേക്കാണ് ഡ്യൂക്ക് ഡൈവിംഗ് നടത്തിയത്. 38 മീറ്റർ ഉയരത്തിലുള്ള മരം കണ്ടെത്തുകയെന്നതായിരുന്നു ആദ്യ നടപടി. അവസാനം 100 വയസ്സ് പ്രായമുള്ള ഒരു റബ്ബർ മരത്തെയാണ് ഡ്യൂക്ക് തെരഞ്ഞെടുത്തത്. വനത്തിനുള്ളിൽ ജീവിക്കുന്ന ചില ആദിവാസികളുടെയും ചില പ്രദേശവാസികളുടെയും സഹായത്തോടെ ഡ്യൂക്ക് മരത്തിന് മുകളിൽ ഒരു താൽക്കാലിക ഡൈവിംഗ് പ്ലാറ്റ്ഫോം നിർമ്മിച്ചു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾക്ക് നടുവിൽ നിന്ന് ജലരാജാവിന്റെ മടിയിലേക്ക് ഡ്യൂക്ക് തന്റെ സാഹസിക ഡൈവിംഗ് നടത്തി. പൂളിന്റെ സൗകര്യങ്ങളോ ഡൈവിംഗിന് വേണ്ട ക്രമീകരണങ്ങളോ ഇല്ലാതെയുള്ള ഡൈവിംഗിൽ മരണത്തെ വരെ പ്രതീക്ഷിച്ചിരുന്നതായാണ് ഡ്യൂക്ക് പറയുന്നത്. ലോകത്തിൽ ഇന്നേ വരെ ഇത്തരമൊരു സാഹസത്തിന് ആരും മുതിർന്നിട്ടുണ്ടാവില്ല എന്നും ഡ്യൂക്ക് പറയുന്നു. അതിലുള്ള അതിയായ സന്തോഷവും ഡ്യൂക്ക് മറച്ചുവെക്കുന്നില്ല. In the Amazon, I think I live maybe a little bit of my essence diving from this tree. Probably nobody's ever jumped from there. Probably that's never even being done. So it's amazing to be able to do that. ലോക റെഡ് ബുൾ ക്ലിഫ് ഡൈവിംഗ് സീരീസിന്റെ 3ാം സ്ഥാനക്കാരനാണ് ഒർലൻഡോ ഡ്യൂക്ക്. 2013 നടന്ന ലോക ഫിന ഹൈ ഡൈവിംഗ് ചാമ്പ്യൻഷിപ്പും അദ്ദേഹത്തിന് തന്നെയായിരുന്നു.